സംസാര ശക്തിയില്ലാത്ത അനീഷാണ് സംസാരിക്കുന്നത്, ഓർക്കണം കേട്ടോ. വീണ്ടും ഞാൻ പിറ്റേ ആഴ്ചയിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് കണ്ടു. അച്ഛൻ എനിക്ക് ബലം ഒന്നും കൂടെ കിട്ടണം അച്ഛൻ, ഒന്നും അച്ഛൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ അച്ഛൻ കൃപ നിറയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 12 ദിവസം കഴിഞ്ഞ് റിസൾട്ടിന് മേടിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നു ഇതിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ രോഗമേ ഇല്ല. രോഗശാന്തി ശുശ്രൂഷ വരെ ലാസ്റ്റ് ഉള്ള ഓപ്പറേഷൻ വരെ ആ ICUയിൽ കൊടുക്കേണ്ടി വന്നു. ഇതാ നമുക്ക് കേൾക്കാം. സാക്ഷ്യം പറയുന്നു അജിത. അജിതയുടെ അമ്മയാണ് ഞാൻ. മകള് അജിതക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 2 വർഷം മുമ്പ് എൻ്റെ മോളുടെ വയറിൻ്റെ ഉള്ളിലൊരു മുഴ ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ വീണ്ടും വയറിൻ്റെ ഉള്ളിലൊരു മുഴ വന്നു. 6 സെൻറ്റിമീറ്റർ വലിപ്പമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കാർഡ് തന്നു. അത് വെച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. 5 വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. 40 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചോളാന്ന് ഈശോയോട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ കൂടാതെ പരിപൂർണമായി സൗഖ്യം നൽകണമേ എന്ന് ഞാൻ ജെറുസലേം വചന കൂടാരത്തിൽ കടന്നു വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. അവിടുന്ന് തന്ന ഒരു അനുഗ്രഹങ്ങൾ പോലും ഞാൻ ഒളിച്ചു വെക്കില്ല എന്ന് ഈശോയോട് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലമായി ആ കുഞ്ഞിൻ്റെ വയറിൻ്റെ ഉള്ളിൽ 2 സ്കാനിങ് എടുത്തു നോക്കി. മെയ് 26-ാം തീയതി പെരിന്തൽമണ്ണ EMS ആസ്പത്രിയിലെ ഡോക്ടർ സന്ധ്യയാണ് നോക്കുന്നത്. ആ 2 സ്കാനിങ് എടുത്തു നോക്കിയാലും അവളുടെ വയറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മുഴ പോലും കാണുന്നില്ല അജിതയെന്ന് ഡോക്ടർ പറഞ്ഞു. ദൈവമായ കർത്താവെ, അങ്ങ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് കോടാനുകോടി നന്ദിയും സ്തുതിയും. ദൈവമേ, അങ്ങേക്ക് നന്ദി. അജിതയുടെ അമ്മയാണ് സാക്ഷ്യം പറഞ്ഞത്. അമ്മ ഇന്ന് അവൾക്ക് വരാൻ അജിത് എന്ത് ചെയ്യുന്നു? പഠിക്കുമായിരിക്കും. വന്നിട്ടുണ്ട് അവിടെ കുട്ടീനായിട്ട് അങ്ങോട്ട് പോയതാ. അപ്പോ അജിത 40 ദിവസത്തെ അമ്മയുടെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 6 സെന്റിമീറ്റർ വലിപ്പത്തിൽ വയറ്റിലുണ്ടായിരുന്ന മുഴ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന ഫലമായിട്ട് 2 പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടും അതിന്റെ മുഴയുടെ ഒരു തരി പോലും കാണിച്ചു തരാനായിട്ട് വൈദ്യശാസ്ത്രം കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലാണ്. നമ്മൾ ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞാൽ ദൈവം സാധിപ്പിച്ചു തരുമെന്നുള്ള സാക്ഷ്യമാണ് കേട്ടത്. കൈകൾ അടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കഥാനുമാകട്ടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ, കാലത്തിൽ ഈ ലോകത്തിൽ. സാക്ഷ്യം നൽകുന്നു സോജിയ. പേര് അൽഫോൺസ, നടത്തറ വീട്. എൻ്റെ മകൾക്ക് വേണ്ടി, സോജി മോൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം ചെയ്യുന്നത്. 4 ദിവസം മെയ് 28-ാം തീയതി 15 തലവേദനയായിട്ട് മിഷന ആശുപത്രിയിൽ കിടന്നതാണ്. അന്ന് ആ ICUലായിരുന്നു, മെഡിക്കൽ ICUലായിരുന്നു. മരണത്തിന്റെ പക്കത്തോളം മോളെ എത്തി. ഇവിടെ എല്ലാ നാടും വീടും ലോകം ബന്ധുമിത്രാദികളെല്ലാവരും ഇവിടെ വന്ന് ജെറുസലേംനാഥനോട് അപേക്ഷിക്കുകയും ഇവിടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടും. പലരും വിളിച്ചു പറഞ്ഞും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചും ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. ദിവ്യവൈദ്യന ഔഷധനുമായി ഈശോയെ സോജിമോളിൽ വന്ന് നിറയണേന്ന് വന്ന് ഉരുവിട്ട് 33 പ്രാവശ്യം ഉരുകളും കരുണയുടെ ജപമാല മോളുടെ പേര് വെഞ്ഞ് സമർപ്പിച്ചും ഇങ്ങനെ പല ആവശ്യങ്ങളും ഉപയോഗിച്ച് എല്ലാ രോഗികളെയും സമർപ്പിച്ചു. മോൾക്ക് ഒടുവിലത്തെ എന്താ പറയാ രോഗശാന്തി ശുശ്രൂഷ വരെ ലാസ്റ്റ് ഉള്ള ഓപ്പറേഷൻ വരെ ആ ICUയിൽ കൊടുക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ അവൾക്ക് വെയിൻ കിട്ടില്ല. രോഗം എന്താന്ന് ഡോക്ടർമാർക്ക് അറിയില്ല. അവസാനം മോള് ഈ വലിപ്പം വെച്ച് മുഖമൊക്കെ ശരീരമൊക്കെ വെയിൻ കിട്ടാണ്ട് ലാസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് ഞരമ്പൊക്കെ മുറിച്ചു. ആ ഞരമ്പൊക്കെ മുറിച്ചിട്ടും അവളെ കയറ്റണ മരുന്നോളം മുഴുക്കം സ്പ്രെഡ് ചെയ്ത് പോവുക ശരീരത്തിൽ നിന്ന്. ഞരമ്പിൽ കൂടെ ഒന്നും കയറുന്നില്ല. ലാസ്റ്റ് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിക്ക് കൊണ്ടുപോയി അവിടെ 6 ദിവസം കിടന്നു. ഈ ജപം തന്നെ ഉരുവിട്ട് പ്രാർത്ഥനയും എല്ലാവരുടെ പ്രാർത്ഥനയും ഇവിടെ വന്ന് സാക്ഷ്യം ചെയ്യാമെന്നുള്ള എല്ലാവരുടെയും ഞങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ മോളെ ഈ നിലയിൽ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാനുള്ള കൃപയും അനുഗ്രഹവും തന്നതിന് പറഞ്ഞു തീരാത്ത നന്ദിയും കടപ്പാട് ഈ ജെറുസലേംനാഥനോടും ഈ സകല വിശുദ്ധന്മാരോടും ഇവിടെ എല്ലാം പ്രാർത്ഥിച്ച എല്ലാ മക്കളോടും ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരില്ല. യേശുവേ നന്ദി. ഇന്റൻസിവ് കെയർ യൂണിറ്റിൽ വെച്ച് രോഗി ലേപനം കൊടുത്തിരിക്കുന്ന സോജി അമ്മോളാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം ഒരു പകർച്ചവ്യാധി ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നുണ്ട്.
അത് കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നോക്കിയാണ് കയറി പിടിക്കുന്നത്. അതുകൊണ്ടാണ് ജെറൂസലം വചന കൂടാരം കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. പനി, ഛർദി ഇതൊക്കെ ആയതുകൊണ്ടാണ് എല്ലാ ദിവസവും വൈകിട്ട് രാത്രി 9:30 മണിക്ക് ഒരു പ്രയർ ലൈൻ, ഫാമിലി പ്രയർ ലൈൻ, അതിന്റെ നമ്പറൊക്കെ ഇവിടെ കിട്ടും ആവശ്യമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ. കാരണം ഒരു നാൾ ഇവിടെ റോമാ നഗരത്തിൽ വലിയ പനിയും അതുപോലെ തന്നെ ന്യൂമോണിയും പിടിപെട്ട് കഴിഞ്ഞപ്പോൾ തിരുസഭയുടെ അധികാരികൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ദിവ്യകാരുണ്യ പ്രദക്ഷിണ നടത്തുക, വൈദിക ആശീർവാദം ഏറ്റുവാങ്ങുക. ഒറ്റ ആഴ്ച കഴിഞ്ഞുള്ളൂ റോമാ നഗരത്തിൽ നിന്ന് ഈ പനി പമ്പ കടന്നു എന്നുള്ളതാണ്. നമുക്കതുകൊണ്ട് വീട്ടിലെ ഒരു 9 മണിക്ക് കൊന്ത കഴിഞ്ഞാൽ കൃത്യം 9:30 മണി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 9:30 മണിക്ക് ഇവിടുന്ന് പ്രയർ ലൈൻ അച്ഛന്മാര് ഇവിടെ പട്ടത്തച്ഛനായിരിക്കും സാമാന്യം പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വിധത്തിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ മറ്റച്ഛന്മാരായിരിക്കും പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ആ കുടുംബത്തിന് വലിയ സംരക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ സോജിയ മോളെ പോലെയുള്ള അനേകം കുഞ്ഞുങ്ങൾക്ക് ഒരു സംരക്ഷണം കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥനയാണ്. ദൈവം മരണത്തിന് മുഖാഭിമുഖം കണ്ട ഒരമ്മയുടെ സാക്ഷ്യമാണ് കേട്ടത്. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. മരണത്തിന്റെയും ജീവന്റെയും മേൽ അധികാരമുള്ള കർത്താവ് നമ്മുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം കാണിച്ച നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ, കാലത്തിൽ ഈ ലോകത്തിൽ. സാക്ഷ്യം നൽകുന്നു ആൻലിയ. എന്റെ പേര് ജീന. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നുള്ള മണ്ണുത്തി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എന്റെ ഭർത്താവ് വിദേശത്താണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇവിടെ ജെറുസലേമിൽ 5 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ മാതാവിന്റെ സെപ്റ്റംബർ 8 വന്നപ്പോ അച്ഛൻ പറഞ്ഞു ഈ പ്രാവശ്യം തന്നെ പ്രഗ്നന്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാസം തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. ഒരു പെൺകുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിച്ചു. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ 8 ഒരു സ്നേഹ സമ്മാനമാണ് ആൻലിയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സെപ്റ്റംബർ 8 വേണ്ടി ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ വരുന്നത്. ഞാൻ പ്രത്യേകമായ വിധത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും വിളിക്കുകയാണ്. കാരണം ഈശോയുടെ തിരുഹൃദയമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് ഉറവിടം. അപ്പൊ അതുകൊണ്ട് ആന്റിയെ പോലെ അമ്മയുടെ തിരുനാൾ നമുക്കറിയാം. ശനിയാഴ്ച വിമലഹൃദയത്തിന്റെ തിരുനാളാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെയും മാതാവിന്റെ വിമലഹൃദയത്തിന്റെ തിരുനാൾ ഒരുമിച്ച് അടുത്ത വെള്ളിയാഴ്ച ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 8 നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം നൽകിയ സ്നേഹ മകളാണ് ആൻലിയ. അവൾ ആരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ? കൈകളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കുഞ്ഞുങ്ങളെ നൽകുന്ന ഈശോയുടെ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ കാണിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ, കാലത്തിൽ ഈ ലോകത്തിൽ, കാലത്തിൽ ഈ ലോകത്തിൽ. സാക്ഷ്യം നൽകുന്നു നീനു. എൻ്റെ പേര് നീനു എന്നാണ്. എൻ്റെ വീട് പുതുക്കാട്. എനിക്ക് രക്തദൂഷ്യം കാരണം കൈമയും കാലുമൊക്കെ ചൊറിഞ്ഞു തടിക്കായിരുന്നു. ഏകദേശം ഒരു 10 വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിരുന്നു. ആയുർവേദം ചെയ്തു, അലോപ്പതി ചെയ്തു, പലതും ചെയ്തിട്ട് മാറിപ്പോവും. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെയായിരുന്നു. ഞാൻ 2014 ഓഗസ്റ്റ് മാസത്തിലെ താമസിച്ചിട്ടുള്ള ധ്യാനത്തിന് ഇവിടെ കൂടിയിരുന്നു. എനിക്ക് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നിലവിളക്കിൽ വെളിച്ചെണ്ണ പുരട്ടാനായിട്ട് തന്നു. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയും തന്നു. അതിനുശേഷം ഇപ്പം എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. ഇപ്പൊ കുറെ നാളുകളായിട്ട് ഞാൻ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, താമസിച്ചുള്ള ഒരു ധ്യാനത്തിൽ കൂടുമ്പോൾ വലിയ ശുദ്ധീകരണം നടക്കാണ്. ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, അലർജി സംബന്ധമായ രോഗങ്ങൾ ഈ വചനം കൊണ്ട് നമ്മെ കഴുകി ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ തീഷ്ണതയോടെയാണ് നീനു അതിൽ പങ്കെടുത്തത്. വർഷങ്ങളായി ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ്. ശരീരത്തിൽ ഇങ്ങനെ ത്വക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആകെ അസ്വസ്ഥതയാണ്. കർത്താവ് അത് കണ്ടു, അവളെ തൊട്ടു, അവളെ സുഖപ്പെടുത്തി തിരുരക്തം കൊണ്ട് കഴുകി. അതിനൊരു മാർഗമായിട്ട് അച്ഛൻ പറഞ്ഞു നിലവിളിക്കലെ എണ്ണ ഉപയോഗിക്കാനായിട്ട്. അത് വിശ്വസ്തയോടെ അവൾ നിർവഹിച്ചതിന്റെ ഫലമായിട്ട് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് ഇന്ന് സാക്ഷിയുമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. പല ഡോക്ടർമാർക്കും
പല രോഗങ്ങൾക്കും മരുന്നുകൾ കഴിച്ചിട്ട് മാറാത്ത രോഗത്തിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകിയിരിക്കുകയാണ്. കൈകളടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഒരു സാക്ഷ്യം കൂടി ഉണ്ട്, അതെന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. ചേച്ചിക്ക് ഒരു 3-4 വർഷമായിട്ട് ചേച്ചി നേഴ്സാണ്. ചേച്ചിക്ക് ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവിന്റെ കുരുക്കഴിക്കുന്ന പ്രാർത്ഥന കൊടുത്തിരുന്നു. അത് ചൊല്ലി ഒരു 1.5 ആഴ്ചക്കുള്ളിൽ ചേച്ചിക്ക് അബ്രോഡ് ജോലി ശരിയായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടെ കുരുക്കഴിക്കുന്ന പ്രാർത്ഥന വലിയൊരു ഡെലിവറൻസ് പ്രയർ ആണത്. അത് വിശ്വസത്തോടെ ചൊല്ലിയാൽ നമുക്കൊരു കാര്യം നേടി കിട്ടാൻ വേണ്ടിയിട്ടല്ല, ദൈവരാജ്യം നമ്മിൽ വന്നു നിറയാൻ. അത് നമുക്ക് പല ആയിരക്കണക്കിന് കടലാസിൽ പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടുന്ന് ചിലപ്പോൾ അതിൻ്റെ കോപ്പികൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഫേവറിന് ഒരു ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് ഒരു 10-50 പേർക്കൊക്കെ നൽകുന്നതിൽ വിരോധമില്ല എന്നും കൂടി അറിയിക്കുകയാണ്. കൈയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയുന്നു. സാക്ഷി നൽകുന്നു എൽസി. എൻ്റെ പേര് എൽസി, വീട് കല്ലൂര്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൻ്റെ വിവാഹം നടക്കാതെ വളരെയധികം വിഷമിച്ച് കഴിഞ്ഞിരുന്നു. ഇവിടെ നിയോഗം വെച്ച് 5 വെള്ളിയാഴ്ച ഇവിടെ വന്ന് ധ്യാനം കൂടുവാനും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും പിന്നെ മാതാവിന് വിളക്കിൽ 1 കിലോ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചോളാം, ശാവ്രപിതാവിന് ഒരു പൂവാർച്ചന നടത്താം എന്ന് പ്രാർത്ഥിച്ചു. 4-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മകന് ഒരു കല്യാണാലോചന വന്നു. 5-ാമത്തെ വെള്ളിയാഴ്ച വന്ന് വെളിച്ചെണ്ണ കൊണ്ടുവന്ന് വിളക്കിലൊഴിച്ചു, പൂവാർച്ചന കഴിച്ചു. 5-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് കല്യാണം ആലോചന അങ്ങോട്ട് പോയി ഇവിടെ വന്ന് കല്യാണം ഉറപ്പിച്ചു. മെയ് 6-ാം തീയതി മനസ്സമ്മതം കഴിഞ്ഞു. മെയ് 21-ാം തീയതി കല്യാണം കഴിഞ്ഞു. അവന് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി. യേശുവിന് 1000 കുടുംബജീവിതത്തിന്റെ തകർച്ച രക്ഷിച്ചാണ്. കാലങ്ങളായിട്ടൊരു നല്ലൊരു മംഗല്യ യോഗത്തിന് കാത്തു 1 കിലോ വെളിച്ചെണ്ണ അങ്ങനെ ത്യാഗപൂർവം, ഈ അമ്മയെ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ത്യാഗപൂർവം കൊണ്ടുവന്ന ആ വെളിച്ചെണ്ണ അതിലൊഴിച്ച് അനേക മക്കൾ സൗഖ്യം പ്രാപിച്ചപ്പോൾ ഈ അമ്മയുടെ കണ്ണുനീര് കർത്താവിന്റെ പക്കലെത്തി. ആ മകന് നല്ലൊരു ജീവിത പങ്കാളി നൽകി. മനസ്സമ്മതവും കല്യാണം കഴിഞ്ഞ സാക്ഷിയുമായിട്ട് അവിടെ വന്നിരിക്കുന്നത്. കൈകൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സാക്ഷി നൽകുന്നു ആനന്ദഭായ് ശ്രീധരൻ. ശ്രീനിവാസ്, എൻ്റെ പേര് ആനന്ദഭായ് ശ്രീനിവാസ്, സ്ഥലം പുതുക്കാട്. എനിക്ക് 2013 നാവില് ഒരു മുറിവുണ്ടായിരുന്നു. അത് പലതവണ ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് 2015 ആയപ്പോഴാണ് അവർ ടെസ്റ്റ് ചെയ്തത്. കൊടകര ശാന്തി ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറയുന്നു ഉഗ്രൻ ക്യാൻസറാന്ന്. RCCയിൽ പോകാൻ പറഞ്ഞു. ഞാനപ്പോൾ RCCയിൽ പോകാൻ എനിക്കൊരു മടി, ഞാൻ പോയില്ല. മക്കള് അമലയിലേക്ക് കൊണ്ടുപോയി. അമലയിൽ ചെന്നപ്പോൾ റിസൾട്ട് പ്രകാരം ക്യാൻസറാണ്, ട്രീറ്റ്മെന്റ് നടത്തണം, 30 റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോന്നു. പോകും വഴിക്ക് ഞാനും ചെറിയ മോനും കൂടി ജെറുസലേമില് വന്നു. അപ്പോൾ പട്ടത്തച്ഛനെ കണ്ടു. പട്ടത്തച്ഛനോട് പറഞ്ഞപ്പോൾ യേശുവെ എന്നിൽ വന്ന് തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിക്കണേന്നുള്ള പ്രാർത്ഥന തന്നു. ഒരു കുപ്പി തന്നു, വെളിച്ചെണ്ണ എടുക്കാൻ ഒരു മിഠായി തന്നു. നാവുമ്മ വെളിച്ചെണ്ണ കാലത്ത് തന്നെ രാവിലെ എഴുന്നേറ്റ് പരട്ടി ഈ പ്രാർത്ഥന 31 ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ അകാത്ത പുണ്യകാലത്തീരെ പ്രാർത്ഥന മേടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അത് പ്രാർത്ഥിച്ച് പിന്നെ അമൃത ഹോസ്പിറ്റലില് മോൻ പറഞ്ഞിട്ട് പോയി. ഡോക്ടർ റിസൾട്ട് കണ്ടപ്പോൾ പറഞ്ഞു ക്യാൻസറാണ്, എങ്കിലും ഒന്നുകൂടിയും ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷൻ, വലിയൊരു ഓപ്പറേഷൻ ചെയ്തു. 12 ദിവസം കഴിഞ്ഞ് റിസൾട്ടിന് മേടിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നു ഇതില് ക്യാൻസർ എന്ന് പറഞ്ഞാൽ രോഗമേ ഇല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആനന്ദഭായ് ശ്രീനിവാസിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഒരു വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ഏറ്റു പറഞ്ഞപ്പോൾ പല സ്ഥലത്തും ഭീകരമായ ക്യാൻസർ, ഉടനെ ഓപ്പറേഷൻ, 30 റേഡിയേഷൻ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാധാരണ പേടിക്കാത്ത ഒരാളും ഇല്ല. പക്ഷേ ആ ഭയങ്ങളെല്ലാം മാറ്റിവെച്ച് ആനന്ദഭായ് ജെറുസലേം വചന കൂടാരത്തിൽ ഈശോയെ അഭയം തേടുകയാണ്. എന്റെ മക്കളെ, അടുത്ത ഞായറാഴ്ച, അടുത്ത വെള്ളിയാഴ്ച തിരുഹൃദയ തിരുനാളാണ്. മാരകമായ രോഗങ്ങൾ,
ഭീകരമായിരിക്കുന്ന പ്രതിസന്ധികളുള്ളവര് അടുത്ത വെള്ളിയാഴ്ച വിശുദ്ധ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഈ വലിയ ശുശ്രൂഷ സമയത്ത് ആനന്ദഭായിയെ പോലെ അനേകർ സൗഖ്യം പ്രാപിക്കരുത് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് വലത് കരമുയർത്തി എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധയായ അഗാഥ പുണ്യവതിയെ ഈ ധ്യാന മന്ദിരത്തോട് പ്രത്യേകമായ പ്രാർത്ഥനാ സഭ അഭ്യർത്ഥിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ക്യാൻസർ രോഗികളും, ബ്ലഡ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ബോൺ ക്യാൻസർ, ട്യൂമർ ഇപ്രകാരമുള്ള എല്ലാ രോഗികളും സുഖപ്പെടുത്തണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കൾ സംഭവിക്കട്ടെ. ഈ സമൂഹത്തിലെ 2 ക്യാൻസർ രോഗികളെ ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. സ്വരമുയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. യേശുവേ, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ, കാലത്തിൽ ഈ ലോകത്തിൽ. അമ്മയ്ക്ക് ഈ സൗഖ്യം കിട്ടിയതോടൊപ്പം തന്നെ മകനൊരു ജോലി കിട്ടി, കിണറ്റിൽ വെള്ളമില്ലാതെ കിണർ കുത്തി ഒരു വെള്ളവും കിട്ടി. കണ്ടോ, ഒരമ്മയുടെ സഹനത്തിന് കർത്താവ് 2 അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സഹനങ്ങളൊന്ന് മാറിപ്പോകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട. ദൈവത്തിൽ ആശ്രയം വെച്ച് തീഷ്ണോട് പ്രാർത്ഥിച്ചാൽ നമ്മിലും അത്ഭുതം നടക്കും. സാക്ഷ്യം നൽകുന്നു ആലീസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാനൊരു രോഗിയായിരുന്നു. 2 വർഷമായിട്ട് വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല. എല്ലിന് ബലക്കുറവാണെന്ന് പറഞ്ഞ് മക്കളെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മക്കളെ എന്നെ ഒന്നും ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ല. ആലീസ് ഇവിടുത്തെ പ്രേക്ഷിതയല്ലേ, അതാണ് പറഞ്ഞത്. സമ്മതിക്കില്ലായിരുന്നു ജോലി ചെയ്യാൻ സമ്മതിക്കും. കാരണം അമ്മേനെ രോഗിയാക്കി. എന്നിട്ട് ഞാൻ മാർച്ച് മാസത്തിൽ ഞാനും എന്റെ മക്കളും കൂടി ഇവിടെ വന്ന് ധ്യാനം കൂടാൻ വന്നു. അവിടെ വന്നപ്പോ പട്ടത്തച്ഛൻ 2ാമത്തെ ദിവസം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് സ്തുതിക്കുകയായിരുന്നു. ഞാൻ കർത്താവേ, ഈ അച്ഛൻ ചങ്ക് പൊട്ടി മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് എന്തോ ഒരു ശക്തി എന്റെ ദേഹത്തിലേക്ക് വരികയും ഞാൻ എന്തോ സന്തോഷം കൊണ്ട് നിറയുകയും ആകെ ബലപ്പെടുകയും ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്നിട്ട് കർത്താവ് എന്നോട് ചോദിക്കുന്നത് പോലെ, നിനക്ക് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ, നീ എന്താ എന്നോ എനിക്ക് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത് പോലെ തോന്നുന്നു. അച്ഛനെ ശക്തിയായിട്ട് സ്തുതിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഇതെന്തോ ശക്തിയായിട്ട് എന്റെ മനസ്സിലേക്ക് വന്ന് കയറുക. ഞാൻ അച്ഛന്റെ ക്ലാസ് കഴിഞ്ഞ് അച്ഛനെ ഇറങ്ങിയപ്പോ ഓടി ചെന്ന്, അച്ഛ എനിക്ക് ഇവിടെ ഒരു പ്രേക്ഷിതയാവണം, ധ്യാനത്തിന് മക്കളെ കൊണ്ടുവരുന്ന അച്ഛ, കുറെ മക്കൾ നഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ആ മക്കളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു ഓടി വന്ന് അച്ഛന്റെ അടുത്ത് വന്ന് അച്ഛൻ പരിശുദ്ധ കുർബാന ചൂണ്ടിയാട്ടിട്ട് പറഞ്ഞു, മോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനത്തെ ദിവസം ഞാൻ ഇറങ്ങി. അച്ഛൻ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ കയറി ചെന്ന് പ്രതിജ്ഞ എടുത്ത് അവിടെ എഴുതി വെച്ചു, ഞാൻ ഇവിടെ ഒരു പ്രേക്ഷിതയാവും. ഏത് പ്രേക്ഷിതയാവണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്തും വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താമസിച്ചുള്ള ധ്യാനത്തിന് ശുശ്രൂഷ ചെയ്യാമെന്ന് ഏറ്റു. വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അമ്മ ധ്യാനം കൂടിയതിൻ്റെ ഇതായിരിക്കും, അല്ലാതെ അമ്മ പോകുന്നു വേണ്ട, അമ്മയ്ക്ക് പറ്റില്ല, പിന്നെ എന്താ കാര്യം അമ്മ പോയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ, എൻ്റെ ദൈവം ബലം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യും, കർത്താവിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മകനെ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുവന്നാക്കി. കൊച്ചുറാണിജയോട് പറഞ്ഞു, എൻ്റെ അമ്മ വയ്യാത്തതാണ്, അമ്മേനെ നോക്കിക്കോളോ, അമ്മയുടെ ആഗ്രഹം കൊണ്ട് വന്നതാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു മകനെ യാത്രയാക്കി. വീട്ടിൽ ചെന്ന് എല്ലാവരും കരയാണ്, അമ്മ എന്താക്കുകാവോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്നപ്പോൾ ശുശ്രൂഷകളുടെ സമയത്തൊക്കെ എനിക്ക് ചെറിയ വേദനകൾ വരുമ്പോൾ ഞാൻ വേഗം ഒരു വേദനയുടെ ഗുളിക കഴിക്കും, 2 വെച്ച് കഴിച്ചിരുന്നതാ. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. എന്തായി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പിറ്റേ ആഴ്ചയിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് കണ്ടു. അച്ഛൻ എനിക്ക് ബലം ഒന്നും കൂടെ കിട്ടണം അച്ഛൻ, ഒന്നും അച്ഛൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ അച്ഛൻ കൃപ നിറയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ പ്രാവശ്യത്തെ ധ്യാനത്തിന് വരുമ്പോഴും മക്കൾ പറഞ്ഞു പോവണ്ടാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വേലയെടുക്കാൻ പോകും, ഞാൻ ഇവിടുത്തെ ഒരു പ്രേക്ഷിതയായി മാറും. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്ന് ഇവിടുത്തെ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടും, ബാക്കി താമസിച്ചുള്ള ധ്യാനത്തിനും വന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തു. ഇന്ന് ഒരു ഗുളിയും കഴിക്കാതെ എല്ലാതും ഞാൻ ചെയ്തു. നമ്മൾ കേട്ടില്ലേ, ഒരു കർത്താവിന്റെ വേലയ്ക്ക് വീട്ടുകാർ മുഴുവൻ രോഗിയാക്കി കിടത്തുന്ന ആലീസ് ചേച്ചിയാണ് ഈ പറയുന്നത്. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്കൊരു പ്രേക്ഷിതയായി തീരണം. ഇപ്പൊ നേരത്തെ അച്ഛൻ പറഞ്ഞു, കർത്താവിന് വേലയ്ക്ക് വലിയ ആവേശമായിട്ട് ഇങ്ങനെ പേരുകളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ കർത്താവിനൊന്ന് കൊടുക്ക്, ത്യാഗപൂർവ്വം കൊടുക്ക്. കർത്താവ് പറഞ്ഞില്ലേ, ആൾക്കാർ പറഞ്ഞു എനിക്ക് മക്കളെ കല്യാണം കെട്ടിച്ചു കൊടുക്കണം, കാളെ പൂട്ടാൻ പോകണം, പല കാര്യങ്ങൾ അന്വേഷിച്ചു പോയി. പക്ഷേ ആലീസ് ചേച്ചി വീട്ടുകാർ പറയുന്നത് കേൾക്കാതെ
യേശുവിന്റെ ആലയത്തിൽ വന്നു. അവിടെ വെച്ച് കർത്താവിന്റെ ശക്തി വിശുദ്ധ കുർബാനയില് ഈ അച്ഛന്മാരെ കൂടെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സങ്കടം പോകാൻ വേണ്ടിയിട്ടാ. ആ കരച്ചിലോട് നിങ്ങളും കൂടി കരയേ. ഇവിടെ കൂട്ടക്കരച്ചിൽ കർത്താവിന്റെ പക്കലേക്ക് ഉയരുമ്പോൾ ഈ മേഘത്തിന്റെ ഇതിന്റെ മേൽക്കൂര പൊളിച്ച് കർത്താവ് അവിടെ ഇറങ്ങി വരും. അതിനു വേണ്ടിയാണ് കർത്താവ് ഒരാഴ്ചക്കാലം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഒരു ബലിക്ക് ഞങ്ങൾ വരുന്നത്. നിങ്ങളിത് മനസ്സിലാക്കണം, ദൈവജനം മനസ്സിലാക്കണം. അപ്പോൾ അവരോടൊപ്പം ഇവിടെ ശുശ്രൂഷകൾ നടക്കുന്ന ഗാനത്തോടൊപ്പം പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാന സമയത്താണ് എല്ലിന് ബലം കിട്ടിയത്. കിടന്ന് ആലിസ് എഴുന്നേറ്റു. അപ്പോഴും എനിക്കൊരു പ്രേക്ഷിതയായി തീരണം, എനിക്ക് കർത്താവിന് വേല ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാളെ നടക്കുന്ന പ്രേക്ഷിതർക്ക് ഒരു മാതൃകയാണ്. ആ കിടന്നിരുന്ന ആലീസിനെ പിടിച്ചു കൊണ്ടുവന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുവരാനും താമസ ധ്യാനത്തെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രേക്ഷിതയായി മാറിയ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നീ രോഗിയാണെങ്കിലും നിനക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നാളത്തെ ദിവസത്തിൽ കർത്താവിന് വേണ്ടി ആ സമയം കൊടുക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം ശുശ്രൂഷ ചെയ്യുന്നവർക്കും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹ സാക്ഷ്യമാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവം നമ്മെ പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നാളെ വരാൻ പറഞ്ഞതാണ്. ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവ് അനുഗ്രഹം തരാതിരിക്കുകയില്ല. സാക്ഷ്യം നൽകുന്നു ജോസ്ലി. എൻ്റെ പേര് ജോസ്ലി. ഞാൻ ചുറ്റിശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 5 മാസത്തോളമായി 2 ചെവിടിൻ്റെയും ബാക്കിലായിട്ട് ഒരു അലർജി പോലെ ചൊറിച്ചിലുണ്ടായിരുന്നു. പല ട്രീറ്റ്മെൻ്റ് എടുത്തെങ്കിലും ഒരു കുറവുണ്ടായില്ല. കഴിഞ്ഞ വർഷത്തെ നഴ്സുമാരുടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു. പിന്നെ ഇതേവരെ എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ നഴ്സുമാരുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ജോസ്ലിയാണ്, നഴ്സാണ്. ചെവിക്ക് പിറകിലുണ്ടായിരുന്ന പ്രത്യേകമായ ഒരു അസ്വസ്ഥത, ഒരു അലർജി ആ ധ്യാനത്തിൽ വെച്ച് എന്നേക്കുമായി വിട്ടുപോയതാണ്. കൈകളടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് സാക്ഷ്യം നൽകുന്നു കമലം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽ പെട്ടതാണ്. എനിക്ക് 2008 ഹാർട്ടിന്റെ വാൽവ് ലീക്ക് ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, അല്ലാണ്ട് പറ്റില്ല. തിരുവനന്തപുരം ചിത്രയിലേക്ക് എഴുതി തരാൻ 2 ലക്ഷം രൂപ കെട്ടി വെക്കാൻ പറഞ്ഞു. അന്ന് എനിക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മരുന്ന് കഴിച്ചോളാം സാറേ, എനിക്ക് ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സമ്മതിച്ചില്ല. എങ്കിലും ഞങ്ങൾ മരുന്ന് കഴിച്ചു. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. 6 മാസം വരെ, ഈ കഴിഞ്ഞ 6 മാസം വരെ ഞാൻ മരുന്ന് കഴിച്ചു. 9 വർഷത്തോളം മരുന്ന് കഴിച്ചു. 6 മാസം മുമ്പ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ആ ഗുളിക കഴിക്കണ്ട, ഹാർട്ടിന്റെ ഗുളിക കഴിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഒന്നും പറഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും എനിക്ക് 2 ആഴ്ച മുന്നം വീണ്ടും ഹാർട്ടിന് അസുഖം, നെഞ്ചിൽ വേദന വരികയും ഛർദിയും തലചുറ്റും കണ്ടു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ECG എടുത്തു നോക്കാൻ പറഞ്ഞു. ECG എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൽ യാതൊരു ട്രബിളും ഇല്ല, ECGയിൽ ഒരു കുഴപ്പം ഹാർട്ടിന് കാണാനില്ല, അത് പിന്നെ ഗ്യാസിന്റെ ആയിരിക്കാം നെഞ്ചിൽ വേദന, പേടിക്കണ്ട പൊക്കോട്ടോ എന്ന് പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇവിടെ വന്ന അമ്മയോട് മാധ്യസ്ഥം വഴി 7 ആഴ്ച മാധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചിരുന്നു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. യേശുവിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥന എന്നും വീട്ടിലിരുന്നും ഇവിടെ വന്നും ചെല്ലാറുണ്ടായിരുന്നു. ആവുന്ന എല്ലാ വെള്ളിയാഴ്ചയും, പറ്റാവുന്ന വെള്ളിയാഴ്ച ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ വീട്ടുകാർക്ക് അതിനൊന്നും എന്നോട് ആർക്കും ഒരു എതിരും നിന്നിരുന്നില്ല. ഇപ്പൊ മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ? ഇല്ല, ഒരു മരുന്ന്. ഈ അമ്മയുടെ രൂപം എത്രയോ രോഗികളെ സൗഖ്യപ്പെടുത്തുമെന്നറിയോ? നമ്മൾ പോകുമ്പോൾ ഈ അമ്മയുടെ അടുത്ത് വന്ന് കമലത്തിന്റെ കരച്ചിൽ അമ്മ കണ്ടു, കേട്ടു. അങ്ങനെ മരുന്നും കഴിക്കേണ്ട, അതുപോലെയുള്ള മറ്റു ഓപ്പറേഷൻ കൂടാതെ തന്നെ പൂർണ്ണമായി സൗഖ്യം നൽകിയ സാക്ഷ്യമാണ് കേട്ടത്. കൈകളടിച്ച് നല്ല ദൈവത്തെ നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി അടിച്ച് ഒരു അക്രൈസ്തവയായിരിക്കുന്ന ഒരു അമ്മയുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ കർത്താവ് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹമാണ് നമ്മൾ കേട്ടത്. കൈകൾ ഒന്നുകൂടി ഉയർത്തി അടിച്ച് നല്ല ദൈവത്തെ മഹത്വം. സാക്ഷ്യം നൽകുന്നു ഷൈനി. എൻ്റെ പേര് ഷൈസി. ഞാൻ മണ്ണുത്തിന്ന് വരുന്നു. ഞങ്ങൾക്ക് 2 വർഷമായിട്ട് ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബോംബെയിലെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അത് വിൽക്കാനായിട്ട് ഞങ്ങൾ 2 വർഷത്തോളമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പല തടസ്സങ്ങൾ മൂലം അത് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ല.
അങ്ങനെ ഞങ്ങൾ ഇവിടെ പറ്റാവുന്ന വെള്ളിയാഴ്ചയെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ശത്രുമിത്രങ്ങൾക്കായുള്ള ഒരു പ്രാർത്ഥനയും അതുപോലെ മാതാവിന്റെ കുരുക്കഴിക്കുന്ന പ്രാർത്ഥനയും തന്നിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ വിശ്വാസത്തോടു കൂടി അത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് വിൽപ്പന നടക്കാണ്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഞെരുങ്ങി. മെയ് മാസത്തിൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാണ്ട് അത്രയും വിഷമത്തിലും സങ്കടത്തിലായിരുന്നു. അങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ. അങ്ങനെ മെയ് മാസം 5-ാം തീയതി ആയപ്പോൾ ഞങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ യേശു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു. മെയ് 5-ാം തീയതി ഞങ്ങൾക്ക് ഫ്ലാറ്റ് വിൽക്കാൻ സാധിച്ചു. യേശുവെ നന്ദി. വസ്തു വിൽപ്പനയ്ക്കായി പ്രാർത്ഥിക്കുന്ന ആളുകളൊന്ന് കൈവയ്ക്കുക, കടം കയറാനായിട്ട്. ഇപ്പൊ ശശി ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകണം കേട്ടോ. വസ്തു വിൽപ്പന വിട്ട് ഒന്ന് കടം വിടാനായിട്ട് ഒത്തിരി പേര് ആളുകളൊന്ന് പതുക്കനെ കൈകളൊന്ന് വീശിയൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ പേരുകളുണ്ട്, കടംകിണിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരോടും ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഫാമിലി പ്രയർ നമ്മളൊന്ന് ഒരു കെട്ടുണ്ട്, ആ കെട്ട് പൊട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശാസന പ്രാർത്ഥനയാണ് വൈകിട്ട് നടക്കുക. ഒപ്പം ഒരു ബ്ലെസ്സിങ് പ്രയറാണ് തരിക പ്രത്യേകമായിട്ട്. ഇപ്പോൾ ആ കരങ്ങൾ ഉയർത്തിയവർക്ക് വേണ്ടി എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. കർത്താവ് വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് വിശുദ്ധ കുർബാന ആരാധനയുടെ ഒരു അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച അപേക്ഷ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. യേശുവെ നന്ദി. കൈകളടിച്ച് നല്ല ദൈവത്തെ നന്ദി പറയാം. അനീഷാണ് ഈ പ്രാവശ്യത്തെ ധ്യാനത്തിൽ കൂടി ഈ ഒരു മഹാവ്യക്തിയെ വന്ന് നിൽക്കുന്നത്. എന്റെ പേര് അനീഷ്. സംസാര ശക്തിയില്ലാത്ത അനീഷാണ് സംസാരിക്കുന്നത്, ഓർക്കണം കേട്ടോ. എന്റെ പേര് അനീഷ്. വരുന്നത് കല്ലൂർ. വീട് കല്ലൂരാണ്. എനിക്കൊരു ബൈക്ക് അപകടം. ഒരു ബൈക്ക് അപകടത്തിനുണ്ടായി 7 കൊല്ലമായി ബൈക്ക് അപകടത്തിൽ പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. 3 കൊല്ലത്തോളം ഫുള്ള് ബെഡ് റെസ്റ്റ്. 3 കൊല്ലമായിട്ട് ഫുള്ള് ബെഡ് റെസ്റ്റ്. എന്നിട്ട് അപകടം പറ്റിയപ്പോ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു രക്ഷയില്ല. അപകടം പറ്റിയപ്പോ അനീഷോട് പറഞ്ഞു രക്ഷയില്ല, കഴിഞ്ഞു എന്റെ അനീഷേ, നിനക്ക് ജീവിതം ഇല്ലാതെ പറഞ്ഞു. എന്നിട്ടോ എന്റെ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു, ജീവൻ മാത്രം തിരിച്ചു കിട്ടിയാൽ മതി. ഓപ്പറേഷൻ കഴിഞ്ഞു, ജീവൻ മാത്രം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു. 3 മാസത്തോളം ഐസിയിലും വെന്റിലേറ്ററുമായി കഴിഞ്ഞു. 3 മാസത്തോളമായിട്ട് വെന്റിലേറ്ററും ഐസിയുലായിട്ടാണ് കഴിഞ്ഞു കൂടിയത്. ഈ പ്രാവശ്യത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ കൂടി. എന്നിട്ടോ സാരല്ല, അമ്മ കണ്ടിന്യൂ ചെയ്തിട്ട് മനുഷ്യങ്ങൾ വായോ അച്ഛൻ്റെ അടുത്ത് വാ. താമസമുള്ള ധ്യാനത്തിൽ കൂടി. എന്നിട്ട് ഇന്നലെ എന്താണ് അന്വേഷിച്ച് നടന്നതെന്ന് പറയണ്ട. ഈ മോനെ രക്ഷപ്പെട്ട് ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ നിന്നും നിരന്തരം കരനീരൊഴിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈശോയെ ഇവന് ഓപ്പറേഷൻ 3 മണിക്കൂർ ആയിരുന്നു. 3 മണിക്കൂർ ഇത് ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടാൻ സാധ്യതയില്ല, എങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്തിനാണ് ചെയ്യണേ, ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ അളിയൻ പറയുന്നു കാശ് പോയാലും കുഴപ്പമില്ല, ഇത് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെട്ട് കിട്ടണം, കാശ് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ പ്രാർത്ഥനാലയിലേക്കും എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിരിക്കും, ഈ മോനെ സുഖപ്പെടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മോൻ
കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഓപ്പറേഷൻ തയ്യാറായി. എല്ലാ പ്രാർത്ഥനാലയങ്ങളേക്കും വിളിച്ചു പറഞ്ഞു. നിരന്തരം ജെറുസലേമിലും പിന്നെ മുരിങ്ങൂരും ഡിവൈനിലും കോട്ടയിലെല്ലാം വിളിച്ചു പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇവന് തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു ധ്യാനത്തിന് കൂടി. അപ്പൊ ഞാൻ വെള്ളിയാഴ്ച 3 ദിവസം ഞാൻ ഇവിടെ വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അച്ഛനെ കണ്ടപ്പോ അച്ഛൻ പറഞ്ഞു നാളെ കാലത്ത് അവനെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ ശനിയാഴ്ച കാലത്ത് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു നാളെ ഇവിടെ ധ്യാനം ഉണ്ട്, അവനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഇവനെ ധ്യാനത്തിന് കൂട്ടി. അവിടെ നിന്ന് പ്രാർത്ഥിച്ച എല്ലാവരും സ്തുതിപ്പിന്റെ നേരത്തെ ഇവന് പ്രത്യേക ശക്തി വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവൻ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് കൈ പൊന്തിക്കാൻ പറ്റില്ലായിരുന്നു. കൈ തളർന്ന് കിടക്കുന്ന കൈ പൊന്തിച്ചവൻ സ്തോത്രം പറഞ്ഞു. അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവരും സ്തുതിച്ചപ്പോ ഇവന് പ്രത്യേക ഒരു ശക്തി വന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവന് അസുഖം മാറി. പിന്നെ ഞങ്ങള് ഇവിടെ കുരിശന്റെ വഴിക്ക് കൊണ്ടുപോകാന്ന് ഞാൻ നേർന്നുണ്ടായിരുന്നു. അപ്പൊ കുരിശന്റെ വഴിക്ക് ഇവനോട് കുറച്ചിടം നടത്തി, കൂട്ടുകാർ കൂടി നടത്തി കൊണ്ട് എന്നിട്ട് ഇവനോട് പറഞ്ഞു ഞാൻ ഓടാൻ പറഞ്ഞു. അങ്ങനെ വീഴാണ്ട് കുറച്ചിടം കുരിശന്റെ അവിടെ ഓടി എഴുന്നേറ്റാൻ പറ്റാത്ത ആള് അന്വേഷിച്ച് വന്ന് മാതാവിന്റെ വഴി ഓടാൻ തുടങ്ങി. ഓടി തന്നെ കുരിശന്റെ അവിടെ ചെന്നപ്പോ തന്നെ പിടിച്ച് മുകളിലേക്ക് കയറി, പിന്നെ താഴത്തേക്ക് ഇറങ്ങി. അപ്പൊ ഞാൻ നടമുത്തി ഒഴിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോനെ സൗഖ്യപ്പെട്ട എന്നോട് സാക്ഷ്യം പറയാൻ വചനോത്സവത്തിൽ അനീഷൻ ആരായി തീരണം എന്നാണ് ആഗ്രഹം. ഒന്ന് കേൾക്കാലോ, നോക്ക് എന്താ ആഗ്രഹം അറിയാലോ. നോക്കി ഇവന് വേണ്ടി നടക്കാൻ പറ്റാത്ത ആള് നടത്തി മാതാൻ വഴിയിൽ ഓടി. അനീഷൻ എന്തായി തീരണം എന്ന് ആഗ്രഹം? എന്റെ ആഗ്രഹം ഒരു വചന പ്രഘോഷകൻ. എന്റെ ആഗ്രഹം ഒരു വചന പ്രഘോഷകനായി തീരണം എന്നുള്ളതാണ്. നടക്കാൻ പറ്റാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത എത്ര ആളുകൾ ഓടുന്നതും മോട്ടിവേഷൻ കോഴ്സ് കൊടുക്കുന്നതൊക്കെ ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടുണ്ട്. കൈയില്ലാത്ത ആളുകൾ ക്ലാസ്സുകൾ എടുക്കുന്നു, കാലില്ലാത്ത ആളുകൾ ഓടാൻ നടക്കുന്നു. ഇതാ ഒരു ജീവൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ അനീഷിന് ഈ അൾത്താടി ചുറ്റൊന്നും നടക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നടക്കുന്നല്ല പറഞ്ഞു, എനിക്ക് ഇതിന്റെ കിടന്ന് ഓടണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അനീഷ നീ ഇവിടെ നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ? ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ സ്റ്റേജിൽ കാണും. ഭാഗ്യമുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഞാൻ എന്നും നിൽക്കാൻ പ്രാർത്ഥിക്കണം എന്ന്. പിന്നെയോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിലല്ല, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ സ്റ്റേജിന്റെ നിന്ന് വചനം പ്രഘോഷിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് സ്റ്റേജിൽ നിന്ന് വചനം പ്രഘോഷിക്കണം. വലുത് കർമ്മത്തെ എല്ലാവരും പ്രാർത്ഥിച്ചാൻ അവന് വചനം കിട്ടാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഗ്യമല്ല, കർത്താവ് അനുഗ്രഹം തന്നു കഴിഞ്ഞു. ഒരാഗ്രഹം തരുന്നത് പരിശുദ്ധാത്മാവാണ്. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് വചനം പ്രഘോഷിക്കണം. അതിന് അനീഷിനെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവന്റെ എല്ലാ ആശകളും ആഗ്രഹങ്ങളും തീരാനായിട്ട്. ജീവൻ പോലും പറ്റുപോയ മകനെ പിടിച്ച് അൾത്താരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ മണ്ണിലൂടെ ഓടി നടന്നു എങ്കിൽ ആ കർത്താവ് ഈ അൾത്താരിൽ വെച്ച് അനീഷിന്റെ വചനത്തിലൂടെ അനേകായിരങ്ങൾ മാനസാന്തരത്തിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കൈകൾ ഉയർത്തിയടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി ഉറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി ഉറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കാലത്തിൽ ഈ ലോകത്തിൽ, കാലത്തിൽ ഈ ലോകത്തിൽ. കോളേജിൽ പഠിക്കുന്ന ബിക്ക് പഠിക്കുമ്പോ അല്ലേ, ബികോമിന് പഠിക്കുന്ന സമയത്ത് ഒരു ഇതുണ്ടാകുന്ന സമയത്ത് അനീഷിന് വലിയവനായി തീരണം. ഇന്ന് ഓരോരോ ആഗ്രഹമുള്ളൂ. ജെറൂസലം അൾത്താരയിൽ ഒരു വചന പ്രഘോഷകനായി തീരണം. അത് സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, നീ നൽകിയ അനേകമവന് കൊടുക്കുന്ന ഒരു നാൾ കർത്താവ് അനേക രോഗികൾക്ക് സൗഖ്യം പകാനും കർത്താവ് വചനത്തിന്റെ സാക്ഷിയായി തീരാനും അനീഷിനെ അഭിഷേകം ഉയർത്തി അനുഗ്രഹിക്കുന്നു. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിന് നന്ദി. ഒന്ന് വേഗത്തിൽ നടക്കാല്ലേ, നോക്ക്.
വേഗത്തിൽ നടക്കല്ലേ? പ്രിയപ്പെട്ടവരെ, എല്ലാം നേടിയാലും യേശുവിനെ നേടിയില്ലെങ്കിൽ എന്ത് കാര്യം? എല്ലാം അറിഞ്ഞാലും ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ എന്തറിവ് നമുക്ക്? ആ ക്രിസ്തുവിനെ അറിയാനുള്ള ദാഹം അന്വേഷണം പോവാണ്. എന്ത് നേരത്തെ ഡേവിസ് സാറ് ക്ലാസ് എടുത്തില്ലേ മദ്യപാനത്തെ കുറിച്ച്? അതിൻ്റെ ഒപ്പം ഒരു കാര്യം എനിക്ക് പറയണം. എന്താ വേണ്ടേ പറഞ്ഞോ? കുടിക്കാറുണ്ടോ? ഇല്ലല്ലേ. നമുക്ക് വേറൊരു അവസരത്തിൽ നമുക്ക് കേൾക്കാം. ഇപ്പൊ സമയം നമ്മുടെ നേടിയാണ്. അടുത്തൊരു മദ്യപിക്കുന്നത് ശാപവും പാപവും. മദ്യപിക്കുന്നത് പാപവും, മദ്യം കൊടുക്കുന്നത് ശാപവുമാണ്. ഒരേ ഒരു മെസ്സേജ്, ആദ്യത്തെ വചനപ്രഘോഷമാണ്. മദ്യപിക്കുന്നത് പാപവും മദ്യം കൊടുക്കുന്നത് ശാപമാണെന്ന് അനീഷ ആദ്യത്തെ വചനപ്രഘോഷണം ഇവിടെ പറഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് കത്താണ്. നന്ദി. Praise the Lord. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനപ്രഘോഷണത്തിന്റെ ആദ്യത്തെ വാക്യമാണ് മദ്യപിക്കുന്നത് പാപവും മദ്യം വിളമ്പിക്കൊടുന്നത് ശാപവുമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മറ്റൊരു അവസരത്തില് മനുഷ്യൻ അനീഷിന് ഓടണമെന്ന്. എവിടെ ഓടണം എനിക്ക്? ഇതിൽ കൂടെ ഓടണോ? രണ്ട് പ്രേക്ഷകരോട് പോയി ഇവനെ കൂടെ ഒന്ന് ഓടാനായിട്ട് നിൽക്കാൻ ഒന്ന് സഹായിക്കാൻ, പിന്നൊന്ന് ഓടണം എന്നൊരു ആഗ്രഹം. അത് നടന്നോട്ടെ. എന്നെല്ലാവരും അവിടെ ഇരുന്ന് ഓടുന്ന കാണണ്ടേ? പ്രൈസ് ദി ലോർഡ്. അവന് ഓടണമെങ്കിൽ ഓടിക്കോട്ടെ. ഏതി കൂടെ ഓടാൻ പോണേ? ഏതി കൂടെ നടിയ കൂടെയാണോ? ഇതി കൂടെ ഓടണം. ഓക്കെ, കയ്യിലടിച്ച് അവനവിടെ ഓടട്ടെ. അവന്റെ ഒരു ആഗ്രഹമല്ലേ? അനീഷ ഓടിക്കോ, കർത്താവ് കൂടെ വന്നോളൂ. ഓടിക്കോ. പോകുന്ന ഓടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റുവെക്കുക, കാലം ഏറ്റുവെക്കുക.